ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ ഈ പുതിയ പ്രഭാതത്തിൽ നമുക്കൊന്നിച്ച് ചിന്തിക്കുവാനായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 18-19 വാക്യങ്ങൾ. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. 18-ാം നൂറ്റാണ്ടിലാണ് ആഫ്രിക്കൻ അടിമക്കച്ചവടം അഭിവൃദ്ധിപ്പെടുന്നത്. നീഗ്രോകളെ അവരുടെ വീട്ടിൽ നിന്ന് ബലമായി പിടിച്ചിറക്കി ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുക അന്ന് പതിവായിരുന്നു. അവരെ കൂട്ടമായി വലിയ തോട്ടങ്ങളിൽ പണിയെടുപ്പിക്കുവാനായി അയച്ചിരുന്നു. മാത്രമല്ല, അവരെ ക്രൂരമായി മർദ്ദിക്കുകയും പട്ടിണിക്കിടുകയും മൃഗങ്ങളെപ്പോലെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുമായിരുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കഠിനവും ഹീനവുമായ ജോലികൾ ചെയ്യാൻ അവരെ ഉപയോഗിച്ചിരുന്നു. വില്യം വിൽബർഫോഴ്സ് എന്ന ഇംഗ്ലീഷുകാരനെ ഇത് വല്ലാതെ വേദനിപ്പിച്ചു. ഒരു പാർലമെൻ്റ് അംഗം എന്ന നിലയിൽ അടിമക്കച്ചവടം നിർത്തലാക്കാൻ തന്നാലാവത് ചെയ്യുവാൻ അദ്ദേഹം തീരുമാനിച്ചുറച്ചു. ഇംഗ്ലീഷുകാർ നൂറ്റാണ്ടുകളായി യാതൊരു കുറ്റബോധവുമില്ലാതെയാണ് അടിമകളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്തിരുന്നത്. തന്നെയുമല്ല, പല പാർലമെൻ്റ് അംഗങ്ങളും വമ്പിച്ച ലാഭമുണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ബിസിനസ് ആയിരുന്നത് കൊണ്ട് അടിമക്കച്ചവടം അവസാനിച്ചു കാണാൻ അവരും ആഗ്രഹിച്ചില്ല. 1789 വിൽബർഫോഴ്സ് അടിമക്കച്ചവടത്തിനെതിരെയുള്ള ഉജ്ജ്വല പ്രസംഗം ആരംഭിച്ചത്. 1807 ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ അടിമകളെ വിൽക്കുന്നതും വാങ്ങുന്നതും നിരോധിക്കുന്ന നിയമം പാർലമെൻറ്റ് പാസ്സാക്കി. എങ്കിലും ആയിരക്കണക്കിന് നീഗ്രോകൾ അടിമകളായി തന്നെ അവശേഷിച്ചു. വിൽബർഫോഴ്സ് അടങ്ങിയിരുന്നില്ല. അദ്ദേഹം വീണ്ടും അടിമകളുടെ മോചനത്തിനായി യത്നിച്ചുകൊണ്ട് ഭൂഖണ്ഡത്തിലോളങ്ങോളം അടിമത്തത്തിനെതിരായി പ്രസംഗിച്ചു കൊണ്ടിരുന്നു. രോഗിയായി തീർന്നപ്പോഴും അദ്ദേഹം ഇത് തുടർന്നു. ഒടുവിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് അടിമകളുടെ അവരുടെ യജമാനന്മാരിൽ നിന്നും വില കൊടുത്ത് വാങ്ങിയ ശേഷം അവരെ വെറുതെ വിട്ടു. അടിമത്തത്തിനെതിരെ നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് വിൽബർഫോഴ്സ് ലോകത്തോട് യാത്ര പറഞ്ഞു. എങ്കിലും പാർലമെൻറ്റ് അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നത് അറിഞ്ഞ ശേഷമാണ് മരണം സംഭവിച്ചത്. പ്രിയമുള്ളവരെ, ലോകം, ജഡം, പിശാച് എന്നിവയുടെ അടിമകളായി പാപത്തിൻ്റെ കീഴിലായിരുന്നു നാം. എന്നാൽ കർത്താവായ യേശുക്രിസ്തു നമ്മോടുള്ള വലിയ സ്നേഹത്താൽ ജഡശരീരം സ്വീകരിച്ച് നമ്മെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനായി നമുക്ക് വേണ്ടി മരിച്ചു. അവൻ്റെ വിലയേറിയ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങി. അവനിൽ വിശ്വസിച്ചാൽ നമുക്കും പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുകയും യേശുക്രിസ്തു എന്ന നല്ലവനായ യജമാനനെ ലഭിക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ പ്രഭാതത്തിൽ കേൾപ്പിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. പാപത്തിൻ്റെ അടിമകളായ ഞങ്ങളെ കർത്താവിൻ്റെ രക്തം നൽകി വീണ്ടെടുത്ത വലിയ കരുണയ്ക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, അങ്ങയുടെ രക്തത്തിൻ്റെ വില മനസ്സിലാക്കിക്കൊണ്ട് പാപത്തോട് എതിർത്ത് നിൽക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.